എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡൈ 100% നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും താരനും നരയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചിലകൾ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു ഇലയാണ്, കഞ്ഞുണ്ണി, ഭൃംഗരാജ എന്നൊക്കെ പറയുന്ന പോലെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട്, മുടി 2 ഇരട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ തലയിലുള്ള താരനൊക്കെ മാറാനും ചൊറിച്ചിലൊക്കെ മാറി മുടി നല്ല പോലെ വളരാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ടൻ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ആക്കി എടുക്കുക. 1 ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് ആക്കി നമ്മളൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഈ ഒരു കടുപ്പത്തിലുള്ള കട്ടൻ ചായയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേയിലയും മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഏകദേശം നമ്മൾ 1 ഗ്ലാസ് വെള്ളം 3/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറി ഒരു നേരിയ ചൂടാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ഒരു കഞ്ഞുണ്ണിയുടെ ഇല, അതുപോലെ തന്നെ നമ്മൾ തുളസിയുടെ ഇല, ആര്യവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഞ്ഞുണ്ണിയുടെ ഇലയൊക്കെ നമുക്കറിയാം ഏതൊരു എണ്ണ കാച്ചുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ചേർക്കുന്ന ഒന്ന് തന്നെയാണ്. അത്രയും മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും ഇടതൂർന്ന മുടിക്കും വളരെ നല്ലതാണ് നമ്മുടെ കഞ്ഞുണ്ണിയുടെ ഇല. പിന്നെ നമ്മൾ തുളസിയുടെ ഇല പേൻ ശല്യം, താരൻ, ചൊറിച്ചിൽ ഇതൊക്കെ മാറാൻ നല്ലതാണ്. സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക്. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായ 1/2 ഗ്ലാസ് പരുവത്തിൽ നല്ല കടുപ്പത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു പനിക്കൂർക്കയുടെ ഇല. നമ്മൾ ഏത് ഹെയർ ഡൈ ചെയ്യുമ്പോഴും പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മിശ്രിതം ഒന്നുകൂടി കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നീരിറക്കം, ജലദോഷം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് പനിക്കൂർക്ക വളരെ നല്ലതാണ്. കൂടാതെ നല്ല പോലെ തന്നെ നരച്ച മുടി കറുക്കും ചെയ്യും. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കണ്ടോ, നല്ല കറുപ്പ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ തലയിൽ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി നമ്മൾ റോസ്മേരിയെ കടിക്കുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല പോലെ തന്നെ വളരും. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. നമ്മളൊരു 3 സ്പൂണ് നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് മിക്സ് ചെയ്യുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിശ്രിതം ഒരു രാത്രി മുഴുവനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു മാറ്റി വെക്കുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ്. നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാക്കുന്ന ഒന്നാണ് നീലാമരി. അപ്പോൾ നീലാമരിയുടെ പൊടി നമ്മൾ 3 സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. നമ്മുടെ നെല്ലിക്കാപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ നമ്മൾ നീലാമരിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ ഇത് രണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മൾ ഏത് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും ഹെന്ന ഉണ്ടാക്കുമ്പോഴൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതെന്തിനാ വെച്ചാൽ നമ്മൾ തുരുമ്പിൽ നമ്മുടെ തലയിലെത്താനും തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിയിലെത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് നല്ല പോലെ തന്നെ ഒരു കറുപ്പ് കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മളിനി മുഴുവനായിട്ട് തന്നെ ആവശ്യം വരും. പക്ഷെ നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഏത് നാച്ചുറൽ ഹെയർ ഡൈ തേക്കുന്നതിന് മുൻപും തലയിൽ ഹെന്ന പാക്ക് അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇല മാത്രമായിട്ട് നമ്മൾ കട്ടൻ ചായയിൽ അരച്ച് തലയിൽ ഇടുന്നത് വളരെ നല്ലതാവും. ഇത് നമ്മളൊരു രാത്രി മുഴുവൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ച് പിറ്റേ ദിവസം നമുക്ക് ആ ഒരു കറ അടപ്പിൽ ഉറ്റിയിട്ട് തന്നെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസമായപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് നമ്മളെ ഹെയർ ഡൈ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നല്ലൊരു കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെയർ പാക്ക് കൂടിയാണ്. ഹെയർ ഡൈ മാത്രമല്ല, നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ പാക്ക് കൂടിയിട്ടാണ്. ഇത് നമുക്ക് ഒരു 1-2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ താളിയൊക്കെ വെച്ചിട്ട് കഴുകി കളയാം. നല്ല റിസൾട്ടാണ്. ആഴ്ചയിൽ ആദ്യം നമ്മളൊരു 3-4 തവണ തേക്കുക. ക്രമേണ നമുക്ക് ഒരു തവണ തേച്ചാൽ തന്നെ മതിയാവും കേട്ടോ. കാരണം ഇത് നമ്മുടെ മുടി ഡൈയുടെ യൂസ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മുട്ടത്തോട് വെച്ചിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മുട്ടത്തോട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റ് ഒക്കെ നല്ല കരുത്ത് കുറവാണ്, ഇല ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഇനി വെള്ളത്തിൽ മാത്രമല്ല മണ്ണിൽ നടുന്നതാണെങ്കിലും കറിവേപ്പ്, അതുപോലെ തന്നെ മണി പ്ലാന്റ്, കറ്റാർവാഴ, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മണി പ്ലാന്റ് വളരാനും അതുപോലെ തന്നെ നല്ല പോലെ വലിയ ഇലകൾ ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല പോലെ തന്നെ വളരും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടിപ്പ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മണി പ്ലാന്റ് ഒക്കെ കരുത്തില്ലാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്